ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ആദ്യം പറഞ്ഞത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിനെ നമുക്ക് ഫസ്റ്റ് ഓർഡർ ആവറേജ്, വളരെ കൃത്യതയുള്ള ആവറേജാണത്. അതുകൊണ്ട് അതിനെ ഫസ്റ്റ് ഓർഡർ ആവറേജ് എന്ന് വിളിക്കും. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഒരു പോർഷനാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. അത് നമുക്ക് കമ്പയർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് വാല്യൂ അല്ല, സെൻട്രൽ ടെൻഡൻസി പോലെ കറക്റ്റായിട്ടുള്ളൊരു വാല്യൂ അല്ല, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വേരിയബിലിറ്റി എന്നും പറയും. അതായത് സെൻട്രൽ ടെൻഡൻസിക്കകത്തിൽ ഒറിജിനൽ വാല്യൂ പറയുമ്പോൾ ഇതിൻ്റെ അകത്തിൽ അങ്ങനല്ല, കമ്പയർ ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷന് നമുക്ക് സെക്കൻഡ് ഓർഡർ ആവറേജ് എന്ന് പറയാം. സെൻട്രൽ ടെൻഡൻസി നമ്മൾ പറഞ്ഞ ഒരു കറക്റ്റ് ആവറേജാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ അരിത്തമാറ്റിക് മീനാണ്. അതാണ് മെയിനായിട്ടുള്ള ഒരു ആവറേജ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ, ഡിസ്പെർഷൻ വരുമ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻഡിവിജ്വൽ ഐറ്റംസ് മേ ഡീവിയേറ്റ് ഫ്രം ദെയർ ആവറേജ്. അതാണ്. അപ്പോൾ അവിടെ ഒരു വേരിയബിലിറ്റിയാണ്. അപ്പോൾ ഒരു സീരീസ് വാല്യൂ തരുന്നു, നമ്പേഴ്സ് തരുന്നു, അതിനൊരു ആവറേജ് ഉണ്ട്. ആ ആവറേജിൽ നിന്ന് ഓരോ നമ്പരും എത്രമാത്രം ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നു, മാറിക്കിടക്കുന്നു, ഡിഫറൻ്റായിട്ട് കിടക്കുന്നു. അങ്ങനെ ഒരു സെൻട്രൽ വാല്യൂവിൽ നിന്ന് മറ്റു വാല്യൂവിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഡീവിയേഷൻ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയും. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ നോക്കി ഒരു എക്സാമ്പിൾ. ഒരു ഫസ്റ്റ് സീരീസിൽ 35, 35, 35, 35, 35, 35 ഒരു 6 35 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവറേജ് എടുക്കണം. ആവറേജ് നമുക്കറിയാമല്ലോ, അതെല്ലാം കൂടെ ആഡ് ചെയ്യുക, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവറേജ് 35 കിട്ടും. എന്നിട്ട് ആ 35 അവിടോട്ട് എഴുതണം. ഇനി അടുത്ത രണ്ടാമത്തെ സീരീസ് നോക്കിയാട്ട് 20, 38, 45, 25, 60, 25 അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ആ 6 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോഴും അതിൻ്റെയും ആവറേജ് എന്ന് പറഞ്ഞാൽ 35 തന്നെയാണ്. അപ്പോൾ ബോത്ത് ദ കേസ് സെയിം ആവറേജാണ്, 35 ആണ്. പക്ഷേ ഫസ്റ്റ് സീരീസ് നമ്മൾ നോക്കാമെങ്കിൽ ദർ ഈസ് നോ ഡിഫറൻസ്, നോ ഡിസ്പെർഷൻ ഫ്രം ദ ആവറേജ്. ആവറേജ് 35 ആണെങ്കിൽ അവിടെ എല്ലാ വാല്യൂം സെയിം തന്നെയാണ്, ഒരു ഡിസ്പെർഷനുമില്ല, അല്ലെങ്കിൽ വേരിയബിലിറ്റി ഇല്ല. അങ്ങനെ വേരിയബിലിറ്റി ഇല്ല ഒന്നാമത്തെ സീരിയൽ. നേരെ മറിച്ച് രണ്ടാമത്തെ സീരീസ് നമ്മൾ നോക്കാമെങ്കിലോ അവിടെ വേരിയബിലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ഡിഫറൻറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ സെയിം വാല്യൂസ് അല്ല, ഡിഫറൻറ്റ് വാല്യൂസ്, ദാറ്റ് ഈസ് വേരിയബിലിറ്റി. ഇപ്പോൾ 35നേക്കാൾ ദൂരെയാണ് 20 കിടക്കുന്നത്, അല്ലെ 38, 45, അങ്ങനെ 22. അപ്പോൾ അങ്ങനെ ആ സെൻട്രൽ വാല്യൂവിൽ നിന്ന്, അതായത് നമ്മുടെ ആവറേജിൽ നിന്ന്, മെയിൻ ആവറേജിൽ നിന്ന് ഓരോ ഇൻഡിവിജ്വൽ ഐറ്റംസും മാറിക്കിടക്കുകയാണ്. ആ ഡീവിയേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആ വേരിയബിലിറ്റിയെ കണ്ടുപിടിക്കുന്നതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ അല്ലെ വേരിയബിലിറ്റി എന്ന് പറയും. കണ്ടല്ലോ. അപ്പോൾ ആദ്യത്തേൻ്റെ അകത്തിൽ വേരിയേഷൻ ഇല്ല, രണ്ടാമത്തേൻ്റെ അകത്തിൽ വേരിയേഷൻ ഉണ്ട്. എവിടുന്ന്? ഒരു സെൻട്രൽ വാല്യൂ. അപ്പോൾ ഒരു സെൻട്രൽ വാല്യൂവിൽ നിന്ന് ഇൻഡിവിജ്വൽ ഐറ്റത്തിനുണ്ടാകുന്ന വേരിയേഷൻ അല്ലെ വേരിയബിലിറ്റി, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ അല്ലെ സെക്കൻഡ് ഓർഡർ ആവറേജ് എന്ന് പറയും. ഇനി ദർ ആർ 2 types ഓഫ് ഡിസ്പെർഷൻസ്. 2 തരത്തിലുള്ള ഡിസ്പെർഷൻ ഉണ്ട്. ഒന്ന് ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആൻഡ് രണ്ടാമത് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ദാറ്റ് മീൻസ് എക്സ്പ്രസ്ഡ് ഇൻ ദ സെയിം യൂണിറ്റ്, ഒരേ യൂണിറ്റിൽ തന്നെ കാര്യങ്ങളെ അവതരിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു ഇൻഡിവിജ്വലിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം ഒരു 1000 rupees ആണെന്ന് പറഞ്ഞാൽ നമ്മളത് റുപ്പിയിലാണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള മെഷർമെൻറ്റ്, അതായത് മണി എന്ന് പറയുന്നത് റുപ്പിയാണ്. നമ്മുടെ ആവറേജ് ഇൻകം കാണിക്കുന്നതും റുപ്പി തന്നെയാണ്. അപ്പം നമ്മുടെ നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും ഒരേ യൂണിറ്റിൽ തന്നെ കാണിക്കുകയാണ്. അങ്ങനെ സെയിം യൂണിറ്റിൽ കാണിക്കുമ്പോൾ ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. നേരെ മറിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ നാഷണൽ ഇൻകം അല്ലെ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം, US-ൻ്റെ അമേരിക്കയുടെ പെർ ക്യാപിറ്റ ഇൻകം അല്ലെ നാഷണൽ ഇൻകം. ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം അല്ലെ നാഷണൽ ഇൻകം നമ്മൾ റുപ്പീസിൽ കാണിക്കുമ്പോൾ അമേരിക്കയുടെ കാണിക്കുന്നത് എങ്ങനെയാണ്? ഡോളേഴ്സിലാണ്.
അപ്പോൾ കണ്ടോ 2 യൂണിറ്റ്. അപ്പോൾ ആ ഡിഫറൻറ്റ് യൂണിറ്റിൻ്റെ മെഷർമെൻ്റ് എടുക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. അപ്പോൾ ഒരേ യൂണിറ്റിലുള്ള മെഷർമെൻ്റ് ആണെങ്കിൽ അതിനെ ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്നും, ഡിഫറൻറ്റ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയാം. ഇനി ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ 4 കൈൻഡ്സ് ഉണ്ട്, 4 തരത്തിലുണ്ട്. ഒന്ന് റേഞ്ച്, 2 ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെ സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയും. നമ്പർ 3 മീൻ ഡീവിയേഷൻ, നമ്പർ 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇങ്ങനെ 4 ഐറ്റമാണ് ആബ്സല്യൂട്ട് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഈ 4നെ നമുക്ക് മൊത്തത്തിൽ ആൽജിബ്രിക് മെത്തേഡ് എന്ന് പറയാം. ആൽജിബ്രിക് മെത്തേഡാണ് നമുക്ക് കണക്ക് കൂട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി രണ്ടാമത് ഇത് കൂടാതെ ഈ 4 ആൽജിബ്രിക് മെത്തേഡ് കൂടാതെ തന്നെ ഒരു ജോമെട്രിക് മെത്തേഡിലൂടെയും ഈ ഡിസ്പെർഷനെ നമുക്ക് മെഷർ ചെയ്യാം. ജോമെട്രിക് മെത്തേഡിലൂടെ ആ ജോമെട്രിക് മെത്തേഡിനെ അത് പ്രത്യേക കണക്കാണ്, ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ലോറൻസ് കർവ് അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡാണ്. വി ഹാവ് ടു യൂസ് ലോറൻസ് കർവ് പ്രസൻറ്റിങ് ഡിസ്പെർഷൻ വാല്യൂ. ഡിസ്പെർഷൻ വാല്യൂവിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലോറൻസ് കർവ്, അത് ജോമെട്രിക് മെത്തേഡാണ്, അതും നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആബ്സല്യൂട്ട് മെഷർമെൻറ്റിൻ്റെ അകത്ത് കൊണ്ടുവരും. ഇനി റിലേറ്റീവാണ്, ഡിഫറൻറ്റ് യൂണിറ്റാണ്, റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, അല്ലെങ്കിൽ അതിനെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയും. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പെർഷൻ. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, ഇത് ഡിഫറൻറ്റ് യൂണിറ്റ്സിനെ കാണിക്കുന്നു. ആദ്യം നമ്മൾ പറഞ്ഞത് സെയിം യൂണിറ്റിനെ കാണിക്കുന്നു. ഇനി റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും ഉണ്ട് 4 സൈസിൽ. അതായത് റേഞ്ചിൻ്റെ റിലേറ്റീവ് വാല്യൂ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. അതുപോലെ തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ്റേത് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. ഇനി 4മത്തേന് മാത്രം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കോഎഫിഷ്യൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, ഈ 4 രീതിയിലുള്ള റിലേറ്റീവ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അത്തമാറ്റിക് മീൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പറഞ്ഞു, ഒരുപാട് വാല്യൂ ഇവിടെ ഉണ്ടെങ്കിലും മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആവറേജ് എന്ന് പറയുന്ന അത്തമാറ്റിക് മീനാണ്. എന്ന് പറഞ്ഞ പോലെ ഡിസ്പെർഷൻ്റെ അകത്തിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അതുപോലെ തന്നെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനുമാണ്. ഈ 2 എണ്ണമാണ് ഇതിൻ്റെ അകത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിലെ വേരിയബിലിറ്റിയെ പറ്റി ഒന്നറിഞ്ഞിരിക്കണം. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻസാണ്. കാൽക്കുലേഷൻസ് ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ കൂടെ ഒരെണ്ണം ഞാൻ പറയാം. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് വാല്യൂ ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഇൻ എ സീരീസ് എന്നുള്ളതാണ്. ഒരു സീരീസ് നമുക്ക് തരുമ്പോൾ അതിൻ്റെ അകത്തിലെ ഹയസ്റ്റ് വാല്യൂയും ലോവസ്റ്റ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റേഞ്ച് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇതാണ്ട് H-L. H എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ, L എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് വാല്യൂ. ഇതിനെ നമുക്ക് ആബ്സല്യൂട്ട് മെഷർമെൻ്റ് എന്ന് പറയും. ഇനി അതിൻ്റെ റിലേറ്റീവ് മെഷർമെൻറ്റ് കാണണമെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, അതായത് H-L ഡിവൈഡഡ് ബൈ H+L, അതായത് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ. അതിനെ നമ്മൾ റിലേറ്റീവ് മെഷർമെൻ്റ് എന്ന് പറയും. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, ഈ ആബ്സല്യൂട്ട് മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ കറക്റ്റായിട്ടുള്ള വാല്യൂ, അതായത് 5, 6 അല്ലെ 8.5 ഇതുപോലുള്ള കറക്റ്റ് വാല്യൂ തരും. നേരെ മറിച്ച് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് അല്ലെ എല്ലാത്തിൻ്റെയും കോഎഫിഷ്യൻ്റ് ലെസ് ദാൻ 1 ആയിരിക്കും. അതൊന്ന് ഓർത്തോണം. പോയിൻ്റ് സംതിങ് ആയിരിക്കും എൻ്റെ ആൻസർ. കാരണം കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്, കമ്പയർ ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. ഒരു യൂണിറ്റിനെ മറ്റൊരു യൂണിറ്റുമായിട്ട് കമ്പയർ ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് റിലേറ്റീവ് സ്റ്റഡിയാണ്, അത് പോയിൻ്റ് സംതിങ് ആയിരിക്കും. ഇനി ഇവിടെയും ഉണ്ട് 3 സീരീസും ഉണ്ട്. അതായത് ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. ഈ 3 സീരീസ് ആണെങ്കിലും ശരി, ഇതിൻ്റെ അതിൽ ഒരൊറ്റ മെഷർമെൻറ്റേ ഉള്ളൂ, ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. അതായത് ഈ പറഞ്ഞ ആബ്സല്യൂട്ട് ഇക്വേഷൻ H-L, അതുപോലെ തന്നെ റിലേറ്റീവ് ഇക്വേഷൻ H-L ഡിവൈഡഡ് ബൈ H+L, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതാണ്ട്, ഇപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിലും ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലും, ഇപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് 25, 32, 85, 42, 10. ഇവിടെ നമുക്ക് കാണുമ്പോഴേ അറിയാമല്ലോ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 85 ആണ്. ലോവസ്റ്റ് വാല്യൂ ഏതാണ്? 10 ആണ്. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ ആയ 85 ലോവസ്റ്റ് വാല്യൂ ആയ 10 മൈനസ്, അതായത് 85 മൈനസ് 10, അപ്പോൾ എത്ര വരും? 75. അപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ H-L അല്ലെങ്കിൽ ആബ്സല്യൂട്ട് റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 75 ആണ്.
ഇനി അതിൻ്റെ റിലേറ്റീവ് വാല്യൂ കാണും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ. ഹയസ്റ്റ് വാല്യൂ 85 മൈനസ് 10 ഡിവൈഡഡ് ബൈ 85 പ്ലസ് 10. അപ്പോൾ 85 മൈനസ് 10 ഡിവൈഡഡ് ബൈ 85 പ്ലസ് 10. അപ്പോൾ 85 മൈനസ് 10 എന്ന് പറയുമ്പോൾ 75 വരും. ഡിവൈഡഡ് ബൈ 85 പ്ലസ് 10 എന്ന് വരുമ്പോൾ 95 വരും. അപ്പോൾ 75 ഡിവൈഡഡ് ബൈ 95. ആൻസർ 0.75 എന്ന് പറയും. കണ്ടോ, 0.1 താഴെയാണ്, 0.75. ഇനി അത് ഡിസ്ക്രീറ്റ് സീരീസിലാണെങ്കിൽ ഒരു അതുകൂടെ തരും, എന്താ ഫ്രീക്വൻസിയും കൂടെ തരും. പക്ഷേ നമുക്ക് ഫ്രീക്വൻസി വേണ്ട, തന്നിരിക്കുന്ന സീരിയൽ നമ്പർ മാത്രം നോക്കിയാൽ മതി, ഫ്രീക്വൻസി മൈൻഡ് ചെയ്യേണ്ട. ഇതാണ് ഡിസ്ക്രീറ്റ്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ ഇൻഡിവിജ്വൽ നമ്പേഴ്സേ തരത്തുള്ളൂ, അതിൻ്റെ അകത്തിലെ ഹയസ്റ്റും ലോവസ്റ്റും എടുത്താൽ മതി. അതുതന്നെയാണ് ഡിസ്ക്രീറ്റിൻ്റെ അകത്തിലും നമ്മൾ പിന്നെ ഫ്രീക്വൻസിയെ മൈൻഡ് ചെയ്യേണ്ട. സീരിയൽ എക്സ് സീരീസ്, അതിൻ്റെ അകത്തിലെ ഹയസ്റ്റും ലോവസ്റ്റും സെയിം വാല്യൂ തന്നെയാണ്, അല്ലെ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് കണ്ടിന്യൂസ് സീരീസിൻ്റെ അകത്തിലും. അതേ രീതി തന്നെ കണ്ടിന്യൂസ് സീരീസിൻ്റെ അകത്തിൽ ഇതുപോലെ തരും, എന്താ ഫ്രീക്വൻസിയും തരും, ക്ലാസ്സും തരും. കണ്ടിന്യൂസ് സീരീസ് ആണ് 10 20 20 30 30 40 40 50 50 60. പിന്നെ ഏതാണ്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 5 10 12 8 4 തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഹയസ്റ്റ് വാല്യൂ നമ്മൾ ഫ്രീക്വൻസി മൈൻഡ് ചെയ്യണ്ട, നമുക്ക് ഈ നമ്പർ മതി, എക്സ് വാല്യൂ മതി. ഹയസ്റ്റ് നമ്പർ ഇവിടെ എത്രയാണ്? 60 ആണ്. അതുപോലെ ലോവസ്റ്റ് നമ്പർ എത്രയാണ്? 10 ആണ്. അപ്പോൾ 60 മൈനസ് 10 എത്ര? 50. എന്താ അതുപോലെ തന്നെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് കാണണം. കോഎഫിഷ്യൻ്റ് കാണുമ്പോൾ 60 മൈനസ് 10 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 10. അപ്പോൾ 60 മൈനസ് 10 എന്ന് പറയുമ്പോൾ 50 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 70. 50 ബൈ 70 ദാറ്റ് ഈസ് 0.71. ഈ രീതിയിലാണ് റേഞ്ച് കാണുന്നത്. അപ്പോൾ റേഞ്ച് വലിയ കാൽക്കുലേഷൻ ഒന്നുമില്ല, വളരെ അപൂർവമായിട്ട് ഒരു മാർക്കിലോ 2 മാർക്കിലോ ഒരു എ പാർട്ട് ക്വസ്റ്റ്യനായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ റേഞ്ച്. ഇനിയും രണ്ടാമത്തെ മുതലാണ് ഏറ്റവും മെയിൻ കാൽക്കുലേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷന്, മീൻ ഡീവിയേഷന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ബാക്കി രണ്ടാമത്തെ കാൽക്കുലേഷൻ മുതൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഓക്കെ.